നമസ്കാരം, വീണ്ടും അൺബോക്സിംഗ് ഡേയിലേക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കിന്നൊരു അടിപൊളി പ്രൊഡക്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്നത് DJIയുടെ ഓസ്മോ ആക്ഷൻ 5 Pro എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നമുക്ക് എന്താ പറയുക, വളരെ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ DJIയുടെ ഓസ്മോ ആക്ഷൻ 4 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ലഭിച്ചു. സോ ഇത് വളരെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റാണ്. സോ ആദ്യം നമുക്ക് ബോക്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് ഞാൻ മെയിനായിട്ട് പറയാൻ വേണ്ടി പോകുന്നതിൻ്റെ പ്രൈസ്, ഇത് ബാക്കി ഇതിന് മുമ്പ് വന്നിരിക്കുന്ന മോഡലിൽ നിന്നും എന്തൊക്കെ വ്യത്യാസമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഇത് വർത്താണോ അല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പ്രൊസീഡേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എന്തൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങിക്കണോ, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തൃപ്തിപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സ് വിശേഷങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, DJI Osmo Action 5 Pro. സോ ഇത് ആക്ച്വലി ഇതൊരു അഡ്വഞ്ചർ കോംബോ ആണ്. ഇതിൻ്റെ അടുത്ത് രണ്ട് വരുന്നുണ്ട്. ആദ്യം DJI Osmo Action സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, അതുകൂടെ തന്നെ 5 Proയുടെ അകത്ത് നമുക്ക് അഡ്വഞ്ചർ കോംബോ വരുന്നുണ്ട്. സോ അഡ്വഞ്ചർ കോംബോയുടെ അകത്ത് നമുക്ക് 3 കാര്യങ്ങൾ എക്സ്ട്രാ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു എക്സ്റ്റൻഷൻ റോഡ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് 3 ബാറ്ററി 1950 mAh 3 ബാറ്ററി അവർ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ബാറ്ററി കേസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 ബാറ്ററിയോ ബാറ്ററി കേസോ ഒരു എക്സ്റ്റൻഷൻ റോഡ് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നതല്ല. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്നത് ഏറ്റവും വില കൂടിയ DJIയുടെ ഓസ്മോ ആക്ഷൻ 5 Pro ആണ്. ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് 45,000 രൂപയുടെ അടുത്താണ് ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത്. ഇത് ഓഫറിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 20ലാണ് പാക്കിംഗ് ഒക്കെ വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് 49,990 രൂപയാണ്. ഇത്രയും പ്രൈസ് നമുക്കിതിനില്ല, ഇതിനേക്കാളും താഴെയാണ് പ്രൈസ് വരുന്നത്. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇതിനെ അൺബോക്സിങ് ചെയ്ത് ഇതിൻ്റെ കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. സോ ഇത് വളരെ നമുക്ക് നോക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഇതിന് മുമ്പ് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ DJIയുടെ 4 ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വർത്താണോ അല്ലയോ എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സോ ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ എടുത്തു പറയേണ്ട മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ അകത്ത് വരുന്നത് 1.3യുടെ CMOS എന്ന് പറയുന്ന ഒരു സെൻസറാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു വരേണ്ട കാര്യം. അത് റവല്യൂഷണറി ഇമേജിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ. കൂടാതെ തന്നെ ട്രാക്കിംഗ് സബ്ജക്റ്റ്, സെൻട്രൽ ആൻഡ് ട്രാക്ക് സബ്ജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രിസിഷൻ, അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് HDR OLED ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് OLED ആണ്. നമ്മൾ DJI Osmo Action 4 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് OLED അല്ല, നോർമലാണ്. അപ്പോൾ OLED വരുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈവൻ ബ്രൈറ്റ്നസ്സിലാണെങ്കിലും അത് കാണിക്കുന്ന ഒരു പെർഫോമൻസ് വേറെ തന്നെയാണ്. കൂടാതെ അതിൻ്റെ അകത്ത് 4 ഹവേഴ്സിൻ്റെ ബാറ്ററി എക്സ്റ്റൻസ്, അതായത് അത്രയും ബാറ്ററി ബാക്കപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ DJI മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ വളരെ ഈസി പ്രൊഫഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റെബിലൈസേഷൻ 360 ഡിഗ്രിയിലും വരുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയാൽ നമുക്ക് ആകെ കൂടി കാണുന്നത്, ഒന്ന് ഓസ്മോ ആക്ഷൻ 5 Pro വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ബാറ്ററി കേസ്, ഒരു എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട്, ലോക്കിംഗ് സ്ക്രൂ, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ഫ്രെയിം, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ബേസ് വരുന്നുണ്ട്, ഒരു മൗണ്ട്. കൂടാതെ തന്നെ നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള മൗണ്ട്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ Type-C കേബിളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ നമ്മളിതിനൊന്ന് മെയിനായിട്ട് നമ്മൾ അൺബോക്സിങ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സോ മെയിൻ ഇതിൻ്റെ അകത്ത് ഈ രൂപത്തിലാണ് വരുന്നത്. സോ ഒരു എന്താ പറയുക, ഒരു മൊഡ്യൂൾസ് ആയിട്ടാണ് സാധനങ്ങൾ വരുന്നത്. ഒന്നിൻ്റെ അകത്ത് ആക്സസറീസും മറ്റൊന്നിൻ്റെ അകത്ത് നമുക്ക് ഓസ്മോ ആക്ഷൻ 5 Pro വരുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മളൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശേഷം നമുക്ക് ആക്സസറീസിലോട്ട് പോകാം. സോ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റൻഷൻ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്റ്റൻഷൻ റോഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ റോഡ്. സോ എക്സ്റ്റൻഷൻ റോഡ് ഈ രൂപത്തിലാണ് വരുന്നത്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1.5 മീറ്റർ വരെ ഏകദേശം ഇതിന് ആ ഒരു കപ്പാസിറ്റി ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റൻഷനിന് നമുക്കിതിൻ്റെ അകത്ത് കപ്പാസിറ്റി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. സോ അത്യാവശ്യം ആ രീതിയിൽ വരുന്നുണ്ട്. സോ അത് നമുക്ക് നോക്കാം. ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഓസ്മോ ആക്ഷൻ 5 Proയുടെ അകത്ത് വരികയാണെങ്കിൽ ഈ രൂപത്തിലാണ് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്ന സംഭവം നോക്കാം. ഒന്ന്, ഇതിൻ്റെ അകത്ത് കേസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് കേസ്. ഓക്കെ, അത്യാവശ്യം നല്ല ഒരു പാക്കിങ്ങോടെ കൂടിയിട്ടുള്ള കേസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് കേസാണ്. അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ അത്യാവശ്യം
ഒരു നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് സിറ്റുവേഷൻ അനുസരിച്ചാണ് നിങ്ങൾ കേസ് ഇടുന്നത് എപ്പോഴും നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതിൽ ഞാനത് തന്നെ പറയുന്നു. സോ ഇതാണ് കേസ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ അകത്ത് സ്ക്രൂസ് ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ അകത്ത് സ്ക്രൂസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇത് രണ്ടാണ് സ്ക്രൂസ് വരുന്നത്. കൂടാതെ നമുക്ക് മൗണ്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത്, ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളും ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഈ രണ്ട് സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ ഇതാണ് സാധനം. ഓക്കെ, ഇനി ഇത് മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓസ്മോ ആക്ഷൻ 5 Pro ഇതാണ് നമ്മുടെ സാധനം. സോ ഇത് നമ്മളൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസൈൻ വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ആക്ഷൻ 4 ഒക്കെ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാൻ ഡിസൈൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വലിയ ഒരു ചേഞ്ച് വന്നിട്ടില്ല. നിങ്ങൾ 4ലുള്ള പോലെ തന്നെയാണ് ഏകദേശം കാണുമ്പോൾ. പക്ഷെ ഒരു ചെറിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്ക്രീൻ, ഇത് OLED ആണ്, മറ്റതിൽ OLED അല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് സ്ക്രീൻ സൈസ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. ഇവിടെ ഞാനിതിൻ്റെ ഒരു 2 ഇത് കാണിക്കാം. സോ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് ഇത് DJIയുടെ Osmo Action 4 ആണ്. നിങ്ങൾ ഡിസൈൻ പാറ്റേൺ ഓഫ് വേർഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ടും സിമിലർ ആണ്. ഒരു ചേഞ്ച് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്ത് ആക്ഷൻ 5 Pro എന്നവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആക്ഷൻ 4 എന്നവർ കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിലാണ് വരുന്നത്. ഇവ നമ്മൾ ടിൽറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും സിമിലർലി തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി ഡിസ്പ്ലേ സൈസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ സൈസ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് ചെറിയ ഒരു ഡിസ്പ്ലേ ആണ്, പക്ഷേ ഇത് ഒരു മൊത്തത്തിൽ ഇച്ചിരി വലിയ ഒരു ഡിസ്പ്ലേ ആണ് എന്നുള്ളതാണ് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ആക്ഷൻ 4 ആയിട്ടൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ മോഡൽസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈൻ പരമായിട്ട് ഇതിൻ്റെ അകത്ത് വലിയ ഒരു ചേഞ്ച് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് OLED അല്ല, ഇതിൻ്റെ അകത്ത് OLED ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. സോ ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൺ ആൻഡ് ഓഫ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് Type-C കേബിളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് Type-C കേബിൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി മൗണ്ടിങ് കേബിൾസ് ആയിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് SD കാർഡ്, നമുക്ക് ഇതിൻ്റെ അകത്ത് 47 GB ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആക്ഷൻ 5 Pro ക്യാമറകളെ സംബന്ധിച്ചിടത്തോളം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്ക് സ്റ്റോറേജ് വേണം. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ബാറ്ററി കേസ് ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ മെയിനായിട്ട് പറയുന്ന ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ അകത്ത് OLED വരുന്നുണ്ട്. 1.3ൻ്റെ ഒരു അടിപൊളി ഇഞ്ച് ഒരു എന്താ പറയുക സെൻസർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്ന OLED ആണ്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് 47 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് വേർഷനായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അഡ്വഞ്ചർ കോംബോയുടെക്കാൾ ഏകദേശം $100 ഡിഫറൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഏകദേശം തോന്നുകയാണെങ്കിൽ നാട്ടിലെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 8,000 രൂപയുടെ അടുത്ത് ആണ് ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ഇതിന് ഏകദേശം 8,000 രൂപ കൂടുതലായിരിക്കും. ഇത് അഡ്വഞ്ചർ കോംബോ ആണ്. അല്ലാത്ത പക്ഷം മറ്റതിന് 8,000 രൂപ കുറവായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി കേസും എക്സ്റ്റൻഷൻ റോഡും 3 ബാറ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മറ്റു കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഇത് 20 മീറ്റർ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് 4 ഹവേഴ്സ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കും. അതുകൂടാതെ തന്നെ 0.3 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് ഓൺ ചെയ്തെടുക്കാനുള്ള സമയം 0.3 ആണ്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താ പറയുക DJIയുടെ Osmo ആപ്പ് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്ത് നമുക്ക് 4K 120 FPS വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഏകദേശം 13.5 സ്റ്റോപ്സ് ആണ് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് ഇതിൻ്റെ അകത്ത് വരുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക ലോ ലൈറ്റിലും കൂടാതെ തന്നെ നമുക്ക് സൂപ്പർ നൈറ്റ് മോഡ് എന്ന് പറയുന്ന 2 സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതായത് ലോ ലൈറ്റും വളരെ മോശപ്പെട്ട ലൈറ്റിലും നമുക്ക് വളരെ നല്ല രീതിയിൽ ഇത് വീഡിയോസ് ക്യാപ്ചർ ചെയ്ത് തരും. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് സൂപ്പർ നൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഈവൻ വെരി ഡാർക്ക് ആയിട്ടുള്ള ഒരു രാത്രി കാലങ്ങളിൽ പോലും അത്രയും പ്രൊഫഷണലോട് കൂടി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ ഇതിൻ്റെ അകത്ത് പറ്റും. സോ ഈ ഒരു ചേഞ്ചാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഇതിൻ്റെ പ്രൊസീഡേഴ്സായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. സോ വേറെ കാര്യം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഇനി നമ്മൾ ആക്സസറീസിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആക്സസറിയിലോട്ട് നമ്മൾ മെയിനായിട്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ Type-C കേബിൾ വരുന്നുണ്ട്. നമുക്കൊരു മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഒരു മൗണ്ടിങ് കേബിൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. Type-C കേബിൾ ഇതിൻ്റെ അകത്ത് വന്നു. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചു എന്താ പറയുക DJIയുടെ
സ്റ്റിക്കേഴ്സ് പോലത്തെ കാര്യങ്ങൾ മാനുവൽ ഇതിൻ്റെ അകത്ത് ആയിരിക്കണം. ഇത് വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് യൂസർ മാനുവൽ ഗൈഡ് വരുന്നുണ്ട്. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി കേസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അഡ്വഞ്ചർ കോമ്പോസ് ആണ്. ഞാൻ മാക്സിമം നിങ്ങളെ റെഫർ ചെയ്യുന്നത് നിങ്ങൾ സ്റ്റാൻഡേർഡ് വാങ്ങുന്നതിനേക്കാളും എന്തായാലും നിങ്ങൾ അഡ്വഞ്ചർ കോംബോ തന്നെ വാങ്ങിക്കാം. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് 3 ബാറ്ററിയാണ് നമുക്ക് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ 1950 mAh 3 ബാറ്ററി നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. സോ അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ആക്ഷൻ 5 Pro ക്യാമറയ്ക്ക് ഒരുപാട് ബാറ്ററി ബാക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ അകത്ത് അവർ ബാറ്ററിയും ആഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയിൽ ഒരു വളരെ വിപുലപരമായിട്ട് അവർ ഇതിനെ കൂട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് 47 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് അൺബോക്സിങ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിന് ഉപയോഗിച്ചുകൊണ്ട് സെറ്റപ്പ് ചെയ്തെടുത്തിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ഷോർട്സ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകും ഈ വീഡിയോയുടെ അവസാനം. നിങ്ങൾക്ക് രാത്രിയിലും രാവിലെയും മറ്റ് ഷോർട്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ഷോർട്സ് എടുക്കുക മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള DJIയുടെ Osmo Action 4 നമ്മളത് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വിഷ്വലി എത്രത്തോളം ഇത് ഇമ്പ്രൂവ് അവർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റൊരു കാര്യം, ഇത് പലപ്പോഴും പല ആൾക്കാരും എല്ലാ വീഡിയോകളും ചോദിക്കുന്ന പോലെ ഇത് വളരെ വെർത്താണോ അല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ വാങ്ങിക്കണോ വാങ്ങിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ Osmo Action 4 ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നവർ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വലിയ ഒരു അപ്ഡേറ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്, ശരിയാണ്, ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളൊരു DJIയുടെ Osmo Action 4 ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും 4ൻ്റെ അകത്ത് അവർ ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പുതുതായിട്ട് ഒരു DJIയുടെ അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറ നോക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങളിതിൻ്റെ അകത്ത് 5 Proയിലോട്ട് വന്നാൽ മതി. നിങ്ങൾ സ്റ്റാൻഡേർഡ് വാങ്ങിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, നിങ്ങളത് വാങ്ങിക്കേണ്ടതെന്ന് ഞാൻ പറയും. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ബാറ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഒരുപാട് യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റൻഷൻ പ്രോയുടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നിങ്ങളെന്തായാലും ഇത് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ ആക്ഷൻ 4 ഉള്ള ആൾക്കാർ ഇതിലോട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇത്രയും പൈസ കൊടുത്തിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ക്യാമറ ഇല്ലാത്ത ഒരാളെ പക്ഷെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയൊരു ക്യാമറ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും DJIയുടെ Osmo Action 5 Pro വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത്രയും പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ബാറ്ററി ബാക്കപ്പും ഇത്രയും സ്റ്റോറേജ് ഉള്ള ഒരു ആക്ഷൻ ക്യാമറ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. സോ എന്തുകൊണ്ടും ഇതൊരു വർത്ത് ടു ബൈ ആണ്. ഓൾറെഡി DJIയുടെ Osmo Action 4 പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി ഡിഫറൻസ് വരും. കാരണം അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സെൻസേഴ്സ് പുതുതാണ്, ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് കൂടുതലാണ്, ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ലോ ലൈറ്റിലും നൈറ്റ് മോഡിലും നല്ല പെർഫോമൻസ് തരും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് മോശമാണ് എന്ന് അതിനർത്ഥമില്ല. നിങ്ങൾക്കിത് ഓൾറെഡി ഉള്ള ആൾക്കാർ ആണെങ്കിൽ നിങ്ങൾ 4 തന്നെ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു ബഡ്ജറ്റൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതി തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും DJIയുടെ Osmo Action 5 Pro നിങ്ങൾക്ക് വാങ്ങിക്കാം. സോ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒരു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് അഡ്വാൻറ്റേജ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് എൻ്റെ വെർഡിക്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മൾ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പുതിയ ഒരു ക്യാമറ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി DJIയുടെ Osmo Action 5 Pro എന്തായാലും നിങ്ങൾ വാങ്ങിക്കുക. ഞാൻ ഒരിക്കലും GoPro നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ DJIയുടെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ അടുത്താണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഷഹീൻ സൈനിങ് ഓഫ് ഫ്രം അൺബോക്സിംഗ് മച്ചാൻ. ബൈ.